എത്ര ഏട്ടാ? 100. ആരോ വന്നിട്ടുണ്ടല്ലോ, ഞാൻ പോയി നോക്കട്ടെ. രഘുവേട്ടാ, ചേച്ചി വാ, അകത്തേക്ക് വാ. അമ്പിളി ചേച്ചി സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നോ? അതെ മോളെ. രഘുവേട്ടാ ഇരിക്കും. എനിക്ക് വീട്ടിലെ ഇരിപ്പുറയ്ക്കണ്ടേ, അതാ രണ്ടും കൽപ്പിച്ച് ഓടി വന്ന്. അല്ല, അമ്മാവൻ കിടന്നോനു? ഇപ്പൊ കിടന്നേ ഉള്ളൂ, ഞാൻ വിളിക്കാം. മോനെ, അച്ഛാ. രഘു നിന്നെ ഒരു വിട്ടയച്ചോ? തൽക്കാലം പോയിക്കോളാൻ പറഞ്ഞു. നാളെ വീണ്ടും സ്റ്റേഷനിൽ പോണം. ഇതുവരെ വണ്ടി വിട്ടു വന്നിട്ടില്ല, അവിടെ പിടിച്ചു വച്ചിരിക്കുക. നീ ഇരിക്കേ, അമ്പിളി ഇരിക്കും മോളെ. എന്താ എന്താ പോലീസ് ഇപ്പൊ പറയുന്നത്? ഞാനിതിൽ തീർത്തും നിരപരാധിയാണെന്ന് അവർക്കറിയാം. പിന്നെ സ്വർണം നഷ്ടപ്പെട്ട മാഫിയ സംഘത്തിന്റെ അദൃശ്യമായൊരു സമ്മർദ്ദം പുറത്തുനിന്നുണ്ടാവുമല്ലോ. എന്നെ ഇപ്പോ പോലീസിനെ സഹായിച്ച ആളായിട്ടായിരിക്കും അവർ കാണുന്നത്. അവരപ്പോ എന്നെ കുരുക്കാൻ വേണ്ടി ഞാൻ കടത്തുകാരുടെ ആളാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് CI സാർ പറഞ്ഞു. ഈശ്വര, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണോ രഘുവേട്ട അവര് വണ്ടി വിട്ടുതരാത്തെ? അല്ല, നാളെ വണ്ടി വിട്ടുതരാന്നല്ലേ CI സാർ പറഞ്ഞേ. അദ്ദേഹത്തിന് എന്റെ നിരപരാധിത്വം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ വേഗം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം. വേണ്ടനു, ഞങ്ങൾക്കുള്ള പാഴ്സല് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താ ചേച്ചി ഇവിടെ വരുമ്പോ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്ന്? ഞാൻ ഇവളോട് പറഞ്ഞതാ, ഇവിടെ വരുമ്പോ അനു എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. രാത്രിയല്ലേ രഘുവേട്ട, പെട്ടെന്ന് വന്ന് ആഹാരം വേണമെന്ന് പറഞ്ഞ ആർക്കാരും ഒരു ബുദ്ധിമുട്ടാവും. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ചീരും മഞ്ചാടിയും പോരാത്തിന് എന്നെ സഹായിക്കാൻ ബാനുമേ ഉണ്ടല്ലോ ഇവിടെ. അതെ, രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നാലും കുഴപ്പമില്ലായിരുന്നു. പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടുവന്നത് അനുചേച്ചി ഇൻസൾട്ട് ചെയ്തതിന് തുല്യം. സാരമില്ല, വാങ്ങിച്ചു പോയില്ലേ, ഇനി അവരത് കഴിച്ചോട്ടെ. വെള്ളവും പ്ലേറ്റും ഒക്കെ എടുത്തു കൊടുക്കാനു. ഞാൻ എടുക്കാച്ച. ഇതൊക്കെ അമ്പിളിക്ക് അടുത്ത കാലത്തുണ്ടായ ചില മാറ്റങ്ങളാ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരുടെയും സഹായം സ്വീകരിക്കാതെ ജീവിക്കുക. പക്ഷേ അമ്പിളി, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല മോളെ. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിച്ചവരാണ് നമ്മളൊക്കെ. ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഓടി വരാനും, ഒന്ന് കാലിടറിയാൽ ഒരു കൈത്താങ്ങ് തരാനും ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന തന്നെയാ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. ഇപ്പോ തമ്പിളിക്ക് മനസ്സിലാക്കാണോ അമ്മാവ? ദൈവം ചിലപ്പോ അതിനു വേണ്ടിയായിരിക്കും എന്നെ ഇങ്ങനൊരു കുരുക്കില് പെടുത്തിയത്. എടി, ഇനിയെങ്കിലും നമുക്ക് നമ്മൾ മാത്രം മതിയെന്ന ചിന്ത മതിയാ കമ്പിളി. ആവശ്യത്തിന് എല്ലാം ആകാൻ രഘുവേട്ട, ഒന്നും അധികമായി പോവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അനുവും ചീരും ഒക്കെ വീട്ടിൽ വന്നപ്പോ ഞാൻ സ്വാർത്ഥത കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവിടുന്ന് മറ്റൊരടുപ്പിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഞാനൊന്ന് അങ്ങനെ ഒരു തരംതിരിവ് നിങ്ങളോട് കാണിച്ചതുകൊണ്ടാ ഇന്ന് ഞാൻ പാർസലുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു രാത്രി ഇവിടെ തങ്ങാൻ പോലും ഞാൻ യോഗ്യയല്ല. പിന്നെ നിങ്ങളെ കൊണ്ട് ആഹാരം ഉണ്ടാക്കിച്ചാലോ? ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതേ എനിക്ക് ഇങ്ങോട്ടും വാങ്ങിക്കാൻ അർഹതയുള്ളൂന്ന് എനിക്കറിയാം. ചേച്ചി പഞ്ചരത്നത്തിൽ വെച്ച് കാട്ടിക്കൂട്ടിയതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് ചേച്ചി കാണിച്ചൊരു കുശുമ്പായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ മതി അമ്പിളി ചേച്ചി. 2 കുടുംബമൊക്കെ ആവാം, പക്ഷേ ഒരു മനസ്സായിരിക്കണം, അല്ലേ അച്ഛാ? അമ്പിളിയുടെ ആ മനസ്സിപ്പോഴും കൈമോശം വന്നിട്ടില്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതല്ലേ നമ്മളെല്ലാവരും ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നത്. നിങ്ങളെ ആഹാരം കഴിച്ച് നന്നായിട്ടൊന്ന് വിശ്രമിക്കേ, എന്നിട്ട് നമുക്ക് രാവിലെ കാണാം. കഴിച്ചിട്ട് കിടക്കാൻ നോക്കാം മക്കളെ. വാ അമ്പിളി.